ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് മമ്മാൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ എൻ്റെ സ്കൂളൊക്കെ ഒന്ന് പൂട്ടി. അപ്പോൾ വീട്ടുകാരുടെ സ്കൂൾ പൂട്ടിയെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് മമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇത് വന്നിട്ട് അവരെ വീട്ടിൽ വളർത്തുന്ന പൂച്ചകളാട്ടോ. നല്ല ക്യൂട്ടായിരുന്നു അവരെ കാണാൻ. പിന്നെ ഞങ്ങൾ അവരടുത്ത് കല്യാണം പറയാനൊക്കെയാണ് വന്നത്. അതുപോലെ തന്നെ അവരുടെ റിലേറ്റീവ്സിൻ്റെ അവരുടെ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയപ്പോൾ കണ്ടാട്ടെ ഈ ഒരു പൂച്ച നല്ല ഭംഗിയുണ്ടായിരുന്നു അവരെ കാണാൻ. അപ്പോൾ അവരുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ തമിഴ്നാടൻ കല്യാണം പറഞ്ഞിട്ടില്ലേ, ഷിഫ്താത്തൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അവരുടെ റൂമും വീടൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കല്യാണമൊക്കെ പറഞ്ഞ് തിരിച്ചു പോവാണ്. അതുപോലെ തന്നെ കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഷിഫ്താത്ത ആളാമി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു ഫർദൻ്റെ ഒരു ഷോപ്പിലേക്കാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഏളാമ ഇവിടുന്നാണ് ഫർദാസൊക്കെ എടുക്കാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നല്ല കളക്ഷൻസ് ആയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കല്യാണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയൊരു പർച്ചേസിങ് ആണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓരോ ഫർദാസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫർദൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ വലിയവർക്ക് മാത്രമല്ല ചെറിയ കുട്ടികൾക്കുള്ള ഫർദ അതുപോലെ തന്നെ സ്കാർഫൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മമ്മമ്മി ആളാമി ഇങ്ങനെ ഓരോ ഫർദൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ മാത്രമല്ല ഒരുപാട് പേരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്ന സമയത്തും കുറേ പേരുണ്ടായിരുന്നു. അപ്പം ഞാനും അതുപോലെ തന്നെ ഏളാമി, ഷിഫ്താത്തയും മമ്മമ്മയും പപ്പയും മാമയും എൻ്റെ ഉമ്മയാണ് ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടൊക്കെ ഇങ്ങനെ മാറ്റി വെക്കുകയാണ്. അപ്പം ഈ ഒരു ഫർദ ഉണ്ട് നമ്മുടെ മൈക്കിൾ ജാക്സന്റെ ഒക്കെ ഒരു ഡ്രസ്സ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എടുത്തിട്ടുള്ള ഫർദാസൊക്കെ ഞങ്ങൾ ലാസ്റ്റ് ബില്ല് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്തിട്ട് ഇങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ പോരുകയാണ് ഫർദാസും കൊണ്ട്. അപ്പം ഞങ്ങൾ പോകുന്നത് പോത്തീസിലേക്കാണ്. അപ്പം ഞങ്ങൾ അവിടെയൊക്കെ പോയി 2-3 ടോപ്സ് ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ലെഹങ്ക നോക്കാനായിരുന്നു. അപ്പം ഞങ്ങൾ ഓരോന്നും എടുത്ത് ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ ഇത് ലെഹങ്കൻ്റെ മാത്രമായിട്ടുള്ളൊരു ഷോപ്പാണ്. അപ്പോൾ ഇതെല്ലാതും അൺസ്റ്റിച്ചഡ് ആണ്. പിന്നെ ഓരോ മോഡൽസും അവരെന്നെ ഇങ്ങനെ വെയർ ചെയ്ത് കാണിച്ചു തരുമായിരുന്നു. അപ്പോൾ എല്ലാ കളേഴ്സും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളുടെ നെറ്റിൽ വരുന്നതും അതുപോലെ തന്നെ വെൽവെറ്റിൽ വരുന്നതും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മോഡൽ സിനാൻഡിൻ്റെ നിക്ഷയത്തിനെടുത്ത മോഡലൊക്കെ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഏതെടുത്തെന്നുള്ളതൊക്കെ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഓരോന്നും എടുത്ത് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ എല്ലാം നല്ല അടിപൊളിയായിരുന്നു. എല്ലാം നല്ല കളേഴ്സൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫൈനലായിട്ട് ഒരു ലെഹങ്ക എടുത്തു. പിന്നെ ഞങ്ങൾ ഫാൻസി സെക്ഷനിലേക്ക് പോയി. അവിടുന്ന് കുറച്ച് മേക്കപ്പ് ഐറ്റംസ് ഒക്കെ മേടിച്ചു. അപ്പോൾ എല്ലാം നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ അവിടെ ഓരോ ഐറ്റംസ് ഇങ്ങനെ വേർതിരിച്ചിട്ടായിരുന്നു. അങ്ങനെ പറഞ്ഞ കുട്ടികളുടെ ടോയ്സ് അതുപോലെ തന്നെ സ്റ്റേഷനറി അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ വേറെ കടയിൽ പോയിട്ട് വീണ്ടും ഞങ്ങൾ കുറച്ച് ടോപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു സീനു ആൻറ്റിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഉമ്മത്താത്തൻ്റെ വീട്ടിലൊക്കെ ആക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയിൽ നോമ്പൊക്കെ തുറന്നു. പിന്നെ ഞങ്ങളൊരു കടയിൽ കയറിയിട്ട് ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതിലേക്കും ബൈ.